ഹായ് നമസ്കാരം. അപ്പോൾ ഖത്തറിൽ രണ്ടാമത്തെ ദിവസം രാവിലെ ട്രെയിൻ ഉച്ച കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. ആ കുഞ്ഞുണ്ടോ വന്നേ, ഭിക്ഷയ്ക്ക് വന്നേ, എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കേസ് കെട്ടുകളിവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ പ്രത്യേകിച്ച് പിള്ളേരായിരുന്നേ ഭിക്ഷയ്ക്ക്. വലിയ ആൾക്കാരെ അങ്ങനെ കാണാറില്ല. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇങ്ങനെ ഏജൻറ്റുമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുക, പിള്ളേർ ഇങ്ങനൊരു വരുമാനത്തിന് വിടുക അല്ലേ, അങ്ങനത്തെ പരിപാടി ആയിരിക്കാം. നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ ഗതികേടിനായിരിക്കും അവരിറങ്ങുന്നത്, അറിയില്ല. ഇങ്ങനെ ആയിരിക്കാം. आइवा ये प्योर क्वालिटी प्योर क्वालिटी है. इसको 2 किलो दीजिए भैया. हाँ 2 किलो दीजिए. ये लो सर. और ये क्वालिटी भी नंबर 1 है. देखो यहाँ तो पाया 2 किलो फ्रूट. മാലിനട്ടെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതായത് തീരെ വിലക്കുറവ് 170 രൂപയ്ക്കൊക്കെ ഞാൻ ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിക്കുമ്പം അത് താഴെ എറിഞ്ഞാൽ പോലും ആ മാലിനട്ട് പൊട്ടത്തില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കൈ വെച്ചിട്ട് നമുക്ക് ഞെക്കി പൊട്ടിക്കാൻ പറ്റും. 1 किलो में 900 ग्राम 850 ग्राम की आएगा. खाइए, देखिए मिठास इसमें, और छिलका देखिए बिल्कुल नाजुक पतला छिलका हो. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞെക്കപ്പോൾ ശരിക്കും ഓയിൽ വരുന്നു, ഫ്രഷാണ്. പക്ഷേ ബദാം സൂപ്പറായിരുന്നു. പിസ്ത നമ്മളവിടുത്തെ കണ്ട് വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇതൊരു ഭയങ്കര മാർക്കറ്റാണ്. ഇവരുടെ കച്ചവടക്കാരുടെയൊക്കെ ആ ഒരു ബിസിനസ് മൈൻഡൊക്കെ ഉണ്ട്, എടുത്തു പറയണം. അവർ വന്ന് എല്ലാം കാണിച്ച് പൊട്ടിച്ച് എല്ലാ സംഭവവും ചെയ്തിട്ടേക്കുന്നേ. അതാണ് അവർ ശരിക്കും എല്ലാം മറ്റേ ഭഗവാന്റെ പേര് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ജയ്മാത ജയ്മാത എല്ലാം പൈസ കൊടുക്കുമ്പോഴും കയറുമ്പോഴും എല്ലാം അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. അത് ഓട്ടോ ഉണ്ടോ? കാശ്മീരി ഓട്ടോ. നമ്മളവിടെ അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കത്തില്ലേ, അതുപോലെ ഇവിടെ. പക്ഷെ അവിടെ ഇത്രയും ഒരു നമുക്കൊരു മനസ്സ് നിറയത്തില്ല ആ വിളി കേൾക്കുമ്പോൾ, അല്ലേ? പക്ഷെ ഇവിടെ ഒരു തന്നെ ഇത് കേൾക്കുമ്പോഴും ഇവരുടെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു മനോഭാവം കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നല്ല ഇതാണ്. കാശ്മീരി പീപ്പിൾ. ഓനിയന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉലുവയില ഇത് പാലക്ക്. ഇതെന്തോന്നാ അത് വീട്ടിൽ വഴുതനയുടെ ഒരു സൈസ് ഉണ്ട്, അടിപൊളിയാണ്. ये क्या है भैया? ये भैया कड़म है. कड़म खेती होती है. ये मूली है. എന്താണ് കളർഫുള്ളാണ്. ലൈറ്റൊക്കെ കൊടുത്ത് നമ്മുടെ അടുത്ത പോലെ വിളക്കും തിരികെത്തിയൊരു പരിപാടിയൊന്നുമില്ല. നോക്കി ഇവിടെ ചെറിയ ഒരിത് മാത്രമുണ്ട്. സ്വർണ്ണപ്പൻ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഓരോ നാട്ടിലോട്ട് ചെല്ലുമ്പോഴേ ആചാരങ്ങൾ വരെ വളരെ വ്യത്യസ്തതയാണ്. ഹനുമാൻ ക്ഷേത്രം. പക്ഷെ ഹനുമാനെ ഞാനവിടെ കണ്ടില്ലല്ലോ. പുള്ളി അതിൻ്റെ മുമ്പിലാണ്. ഹനുമാൻ ക്ഷേത്രം കേട്ടോ. ആ ഫ്രണ്ടിലെ ഹനുമാനാ. ശരിയാ, ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ശ്രദ്ധിച്ച് ഇവിടെ കൂടുതലും ഹിന്ദുസാണ് കേട്ടോ, ഇല്ലയോ സ്വർണ്ണപ്പ? ഈ ഖത്തറിലെ ഈ ക്ഷേത്രത്തിൻ്റെ ഒക്കെ അവിടെ ഉണ്ട്, എല്ലാം ഹിന്ദുസാണ് കൂടുതലും. മുസ്ലിംസ് വളരെ കുറവാണ്. അങ്ങനെ തോന്നിയത്. കാരണം നമ്മളൊക്കെ വിചാരിച്ചേക്കുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ എല്ലാം മുസ്ലിങ്ങളാണെന്നുള്ളൊരു ഇതുണ്ട്. ഇല്ല, ഹിന്ദുസും ഉണ്ട്. ഇവിടെ കൂടുതലും ഹിന്ദുസാണെന്നാണ് എനിക്ക് തോന്നുന്നു. ജമ്മുവിൽ ഖത്രേ മറ്റത്തെ കാര്യം എനിക്കറിയില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം. നമ്മൾ കുറേ നടന്നു കേട്ടോ. ഇനിയിപ്പോൾ നടന്ന് നമ്മൾ ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ നടന്നാൽ ഖത്തർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തുവേ. മാർക്കറ്റൊക്കെ ഏകദേശം തീരാറായേ. 3-6 കിലോമീറ്ററാണ് മാർക്കറ്റ്. ഓ അത് തീർന്നേ, കണ്ടോ, കഴിഞ്ഞു. അടിപൊളി. ഏതാ ഇതോ? വൈഷ്ണോദേവിയുടെ ഇതോ? ഇപ്പോൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞ്
ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാ റെയിൽവേ സ്റ്റേഷനിലോട്ട്. വഴിയൊക്കെ ഉണ്ടോ ഫുള്ള് കച്ചടയാണ് ഇവിടെ എല്ലാം. എന്തായാലും അങ്ങ് ചെല്ലും. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ 15 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. ഇല്ല ഫുൾ കച്ചടയാണ്. ഓ ഇവിടെല്ലാം വീടുകളാണ് കേട്ടോ. ഉണ്ടോ ഇവിടുത്തെ വീടുകളാണ്. പിന്നെ ഇവിടെ വെള്ളത്തിനൊന്നും അധികം യൂസ് വരത്തില്ല. കാരണം തണുപ്പൊക്കെയാണ്. അങ്ങനെ കുളിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും കുളിച്ചാൽ മതി. ഈ തുണി കഴുകണ്ട. അപ്പോൾ വെള്ളത്തിനൊക്കെ ഉപയോഗം കുറവായിരിക്കും തീർച്ചയായിട്ടും. പച്ചക്കറി കടയൊക്കെ ചെറിയ ചെറിയ പച്ചക്കറി, വലിയ കടയൊന്നും നമ്മൾ കണ്ടതേ ഇല്ല. നമ്മളവിടെ കിട്ടുന്ന ഇവിടെ ഇലയുടെ പച്ചക്കറിയാണ് കൂടുതൽ. ഇലയുടെ സാധനം ഓരോന്നൊക്കെ അവർ വാങ്ങിച്ചു. ഏതാണ്ടൊക്കെ പേരൊക്കെ അവർ പറയുന്നു. നമുക്കതൊന്നും മനസ്സിലാവും. ഒരു പട്ടിയൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കുണ്ടല്ലോ അവിടെ വൈഷ്ണവി ക്ഷേത്രത്തിലെ ഭയങ്കര കയറ്റമാണ്. കുത്തി 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 ഊന്നി പോകാൻ വേണ്ടിയിട്ടുള്ള ഊന്നുവടിയാണ്. ശരിക്കും ഒത്തിരി നടക്കാനുണ്ട്. ആൾക്കാർ തീരുന്നേ ഇല്ല. അതുപോലെ ഇനി തിരിച്ചു പോകാൻ അതൊരോട്ടയിൽ കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ? അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാശ്മീരിലെ ഹെൽത്ത് സെൻ്ററാണ്. ഓ സൂപ്പറായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇല്ലയോ? നമ്മുടെ അവിടുത്തെയൊക്കെ വലിയൊരു ആശുപത്രിയുടെ കൂട്ടാണ് അവിടെ ഹെൽത്ത് സെൻ്റർ ഗവൺമെൻറ് ചെയ്ത് വെച്ചത്. ഇതുണ്ടോ? ഇത് ഈ കാണുന്ന സ്ഥലമുണ്ട്, പാർക്കിംഗ് സ്ഥലം. ഇതിൻ്റെ അപ്പുറത്തും നമ്മൾ കറങ്ങി മാർക്കറ്റ് മുഴുവൻ റൗണ്ട് അടിച്ച് നമ്മളിവിടെ വന്നേ. കുറേ നടന്നു, എന്നാലും മാർക്കറ്റെല്ലാം കണ്ടു. അടിപൊളി മാർക്കറ്റാണ്. 6-7 കിലോമീറ്റർ മാർക്കറ്റ് മാത്രം. എല്ലാ സാധനമുണ്ട്. കാശ്മീരിൻ്റെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഈ പാർക്കിങ്ങിൻ്റെ അപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. ഇന്നലെ രാവിലെ അവിടെ വന്നേ. കത്രാദേവിയുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി അവിടെ നോക്കി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ചെല്ലുമ്പോൾ മെയിൻ റോഡിൽ കയറും. അവിടുന്ന് കുറച്ചുകൂടെ നടന്നാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാവും.